വയനാട് യൂത്ത് കോൺഗ്രസ് വയനാട്ടിലെ ദുരിതബാധിതർക്കായി പിരിച്ച തുകയിലും തിരിമറി നടത്തുന്നു, ആ ഫണ്ട് മുക്കുന്നു. ആരോപണത്തിൽ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ നടന്ന സംസ്ഥാന യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിലും വലിയ വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള നേതാക്കൾക്കെതിരെ ഉണ്ടായത്. 83 ലക്ഷം രൂപ പിരിച്ചിട്ട് അതെവിടെ, അതിൻ്റെ കണക്കെവിടെ എന്നാണ് ഭൂരിപക്ഷം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരും ചോദിക്കുന്നത്. പക്ഷേ നേതാക്കൾക്കിതിൽ മറുപടിയില്ല. യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ നിന്നും പണം വകമാറ്റി എന്നാണ് ഒരു വിഭാഗം ആരോപിക്കുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പിന് ഉപയോഗിച്ചു എന്നും പഠന ക്യാമ്പിൽ വിമർശനമുയർന്നു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബും രംഗത്തെത്തി. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും പുറത്തെത്തി. പക്ഷേ വിവാദങ്ങളെ തുടർന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് മാറ്റുകയും ചെയ്തു. പക്ഷേ അതിൻ്റെ കൃത്യമായ വിവരങ്ങളും ആ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ചിത്രം അടക്കം കൈരളി ന്യൂസ് വാർത്ത നൽകുകയാണ്. ആദ്യം നമുക്ക് ഈ വിഷയത്തിലെ റിപ്പോർട്ടൊന്ന് കാണാം. വയനാട് ദുരന്ത സ്ഥലത്ത് നിന്ന് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് നടത്തിയ പ്രഖ്യാപനം ആദ്യം കേൾക്കാം. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കൂടിയാലോചിച്ച് 30 വീടുകൾ ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടമായവർക്ക് ആദ്യഘട്ടമായി 30 വീടുകൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുവാൻ തീരുമാനിക്കുകയാണ്. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുവാനായിട്ടുള്ള ശ്രമങ്ങളുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറപ്പ്. പക്ഷേ മാസങ്ങൾ പിന്നിട്ടു. പിരിച്ചെടുത്ത കണക്കിനെ സംബന്ധിച്ച് ഒരു വിവരവുമില്ല. 83 ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്നാണ് സംസ്ഥാന ക്യാമ്പിൽ രാഹുൽ നൽകിയ മറുപടി. യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ അക്കൗണ്ട് വഴിയാണ് ഇത് കൈമാറിയതെന്നാണ് രാഹുൽ പറയുന്നത്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ അക്കൗണ്ടിൽ നിന്നും പണം വകമാറ്റിയെന്നാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപിക്കുന്നത്. ഇത്തരം ചോദ്യങ്ങൾക്ക് രാഹുൽ ക്യാമ്പിൽ മറുപടി നൽകിയില്ല. അതേസമയം വിഷയത്തിൽ വലിയ വിമർശനമാണ് പാർട്ടിയിലും യൂത്ത് കോൺഗ്രസിലും ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെതിരെ പരസ്യ വിമർശനവുമായി KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബും രംഗത്തെത്തി. അദ്ദേഹം ഫേസ്ബുക്കിലാണ് പരസ്യ പ്രതികരണം നടത്തിയത്. യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലെത്താൻ സഹായിച്ചവരോട് സംസ്ഥാന ക്യാമ്പിന്റെ കാര്യം പറഞ്ഞു എന്നും അതല്ലേ നന്ദിയെന്നും അബ്ദുൽ മുത്തലിബ് ചോദിക്കുന്നു. MLA പദവി ആഗ്രഹിക്കുന്നത് ജനാധിപത്യത്തിൽ നന്ന്, എല്ലാവർക്കും ആകാനൊക്കില്ലല്ലോ. അസ്വസ്ഥത ഒന്നിനും ഭൂഷണമല്ലെന്നും KPCC ജനറൽ സെക്രട്ടറി അബ്ദുൽ മുത്തലിബിന്റെ പോസ്റ്റിൽ പറയുന്നു. എന്നാൽ സംഭവം വിവാദമായതോടെ അബ്ദുൽ മുത്തലിബ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. തീർച്ചയായും ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം പ്രതികരിക്കാനായി വി വസീഫ് DYFI നേതാവുണ്ട്. ഒപ്പം റജി കോൺഗ്രസ് അനുകൂല മാധ്യമപ്രവർത്തകനുണ്ട്. ഈ വിഷയത്തിൽ ആദ്യം ഈ റിപ്പോർട്ട് പുറത്തെത്തിച്ച ഞങ്ങളുടെ പ്രതിനിധി നിർഭൻ ചക്രവർത്തിയിലേക്ക് കൂടിയൊന്ന് പോവുകയാണ്. നിർഭൻ, അബ്ദുൽ മുത്തലിബിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തെത്തുന്നു. മാത്രമല്ല ആലപ്പുഴയിൽ നടന്ന പഠന ക്യാമ്പിൽ വലിയ വിമർശനങ്ങൾ ഉയരുന്നു. അബ്ദുൽ മുത്തലിബ് മാത്രമല്ല, ശാസ്താംകോട്ടയിൽ ലോജു ശാസ്താംകോട്ട എന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാതല നേതാവും ഇത്തരത്തിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വലിയ തർക്കമാണ്. മാത്രമല്ല ഇതിൽ യൂത്ത് കോൺഗ്രസ്സുകാരും പ്രതികരിക്കാൻ പോകരുത് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിട്ടൂരമുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാനാകുന്നത്. കാരണം പലരെയും നമ്മൾ ബന്ധപ്പെട്ടുവെങ്കിലും അവരാരും ചർച്ചയ്ക്ക് വരാൻ തയ്യാറായില്ല. ആ കാര്യം കൂടി ഞാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. തീർച്ചയായും നിർഭൻ, ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ആ ഘട്ടത്തിലൊന്ന് പോകുമ്പോൾ അജിംഷാദ്, ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പറയുന്ന ക്യാമ്പിനെ സംബന്ധിച്ചിട്ടുള്ള ആഭ്യന്തരമായി പലതരത്തിലെ വിമർശനങ്ങളുണ്ട്. അതിൻ്റെ ക്യാമ്പിൻ്റെ നടത്തിപ്പ് സംബന്ധിച്ച്, ചുമതലകളെ സംബന്ധിച്ച് അവിടെ രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്തില്ല. അതൊക്കെ അവരുടെ ആഭ്യന്തര വിഷയമാണ്. പക്ഷേ ഇതിലെ ഏറ്റവും ഗൗരവതരമായ വിഷയം എന്ന് പറയുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ കോൺഗ്രസിൻ്റെ യുവജന പ്രസ്ഥാനമായ പോഷക സംഘടനയായ യൂത്ത് കോൺഗ്രസ് പറഞ്ഞ ദുരന്ത ഭൂമിയിൽ പോയി നിന്ന് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുന്നു. അത് 3 കാര്യങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനം എന്ന് പറയുന്നത് 30 വീടുകൾ വച്ച് നൽകും. അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. മാത്രമല്ല അത് സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് അവിടെ വെച്ച് തന്നെ, ഈ ദുരന്ത ഭൂമിയിൽ വെച്ച് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നുണ്ട്. മറ്റ് 50 വീടുകൾ താൽക്കാലികമായി താമസിക്കാനുള്ള വീടുകളുടെ സൗകര്യം ചെയ്തു കൊടുക്കും. അവിടെ തുടർന്ന് പഠിക്കാനുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക വിദ്യാഭ്യാസം മുതൽ അവർക്ക് പ്രൊഫഷണൽ കോഴ്സ്, ഇനിയിപ്പം MBBS പഠിക്കാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ചിലവ് കൂടി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വം നോക്കുമെന്നാണ് പറഞ്ഞത്. ആ 2 കാര്യവും നടന്നില്ല. അത് പറയേണ്ടത് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വമാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൈസ പിരിച്ചെടുത്തു. ബ്ലോക്ക് കമ്മിറ്റികൾ വഴി വ്യാപകമായി സംസ്ഥാനത്ത് ആഹ്വാനം ചെയ്ത പ്രകാരം
സാമ്പത്തികമായി പണം പിരിക്കാൻ തീരുമാനിച്ചു. പണം 83 ലക്ഷം രൂപ മാത്രമേ അവരുടെ അക്കൗണ്ടിലേക്ക് SBIയുടെ അക്കൗണ്ട് വഴി വന്നിട്ടുള്ളൂ എന്നതാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത്. അത്രേ പറഞ്ഞുള്ളൂ. അത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ബാക്കി തുക വരാത്തത്? ഫണ്ട് വകമാറ്റിയതാണോ? ഈ പറഞ്ഞ ആഹ്വാനപ്രകാരം പരിപാടി നടക്കാതെ പോയതെന്താണ്? ഇത്തരം കാര്യങ്ങൾക്ക് ചോദ്യത്തെ സംബന്ധിച്ച് ഒരുവിധം നിർഭന ഒരു കാര്യം കൂടി, ഈ 30 വീടുകളാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിൽ വാഗ്ദാനം നൽകിയത്. ഈ 30-ൽ 10 എണ്ണമെങ്കിലും ആയോ യഥാർത്ഥത്തിൽ? 30-ൽ 10 അല്ല, ഇത് ഈ പറഞ്ഞ അതിൻ്റെ ആ പ്രവർത്തനങ്ങളുടെ പ്രാഥമിക ഘട്ടം പോലും ആയില്ല. നമ്മൾ ഇത് യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു കണക്കിന് നമുക്ക് സീരിയസ് ആയിട്ട് രാഷ്ട്രീയം പറയാതെ കുറച്ചുകൂടി ഈ മറ്റു കാര്യങ്ങൾ കൂടി പറയേണ്ടി വരും. അജിംഷാദ് ഇങ്ങനെ ഇടയ്ക്ക് കയറി ചോദിച്ചുകൊണ്ടാണ്. കാരണം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ച് എന്തെല്ലാം പ്രഖ്യാപനങ്ങൾ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സൊക്കെ നടത്തി. അവരുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തന്നെ വിശ്വനാഥിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കുന്നതിന് വേണ്ടി. അത് കഴിഞ്ഞതിന് ശേഷം പുതിയ ഭാരവാഹി വന്നപ്പോൾ തിരുവനന്തപുരത്ത് ഒരു സ്ഥലത്ത് വസ്തു വാങ്ങിയിട്ടു. അത് പിന്നെ ഫിനാൻസ് എടുത്താണ് ചെയ്തത്. അത് പലിശയായി തീർന്ന അവസാനം ആ പണം തിരിച്ചടയ്ക്കാനാകാതെ ആയി. അങ്ങനെ യൂത്ത് കോൺഗ്രസിൻ്റെ ആഭ്യന്തരമായി കാര്യങ്ങൾ പറഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ പറയേണ്ടത്. ഇത് ജനങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ് അജിംഷാദ് ഇത്ര വളരെ ഗൗരവമായി നമ്മൾ ഈ വാർത്ത എടുക്കാൻ കാരണം ദുരന്ത ഭൂമിയിൽ വയനാട് ദുരന്തത്തിൽ അവിടുത്തെ അശരണരായ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വിവിധ സംഘടനകൾ രംഗത്ത് വന്നു. DYFIയുടെ സംസ്ഥാന ഭാരവാഹി വസീഫ് തന്നെ ഇവിടെ ഉണ്ടല്ലോ. അവർ ആ ഭാഗത്തെ സംബന്ധിച്ച് പറയും. അവർ ആക്രി പറക്കി വിട്ടും മത്സ്യം വിറ്റും ചായ അടിച്ചും ഒക്കെ തന്നെ ഉണ്ടാക്കി 20 കോടി രൂപ അവർ പ്രഖ്യാപിച്ചതിനെക്കാട്ടി 100 വീടാണ് അവർ വച്ച് നൽകാൻ പോകുന്നത്. അവൻ്റെ പ്രാഥമികമായി 20 വീടുകളുടെ നിർമ്മാണത്തിലേക്ക് കടന്നു കഴിഞ്ഞു. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃ